എക്സ്പ്ലോർ കുക്ക് ആൻഡ് ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ചട്നിയാണ്, കൊറിയാണ്ടർ കോക്കനട്ട് ചട്നി. തേങ്ങയും മല്ലിയിലയും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി. ഇതിനു മുമ്പ് ഞാനൊരു പീനട്ട് ചട്നിയുടെ റെസിപ്പി ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമായി വേണ്ട സാധനങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ്. ഇത് ഒരു അരക്കപ്പ് തേങ്ങയോളം ഉണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ്. ഇത് നന്നായി കഴുകിയെടുത്ത് ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇതും ഒരു അരക്കപ്പും മല്ലിയിലയുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞ പച്ചമുളക്. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ വേണ്ടത് കടലപ്പരിപ്പാണ്. ഇത് 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പുണ്ട്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ ഒരു ചെറിയ കഷ്ണം നാരങ്ങയുടെ നീര്. ഇത് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരോളം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാവുന്നതാണ്. നമുക്കിനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് കടുക് വറക്കേണ്ടതുണ്ട്. കടുക് വറക്കാൻ ആവശ്യമായിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അല്പം കറിവേപ്പില ചേർക്കാം. അതേപോലെ തന്നെ ഒരു വറ്റൽമുളക്. ഇനി നമുക്കത് ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊറിയാണ്ടർ കോക്കനട്ട് ചട്നി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് ഇത്. ദോശ, ഇഡലി, അതേപോലെ തന്നെ ബജ്ജിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.